സംസ്ഥാനത്തിൻ്റെ ആരോഗ്യരംഗത്ത് ഏറെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് എലിപ്പനി. കേരളത്തിൽ 130-ലേറെ ആളുകൾ ഈ വർഷം മരിച്ചുവെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. എന്നാൽ എലിപ്പനി എന്നൊരു രോഗം തന്നെ ഇല്ല എന്ന ഒരു രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്നത് ആരോഗ്യ വകുപ്പിൻ്റെ അഡീഷണൽ ഡയറക്ടറായ ഡോക്ടർ PK ശിവരാമൻ, അതുപോലെ തന്നെ പ്രകൃതി ചികിത്സകനും നവജീവൻ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറുമായ ജാക്കബ് വടക്കഞ്ചേരി എന്നിവരാണ്. ഈ എലിപ്പനി സംബന്ധിച്ച് ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഏത് തരത്തിലാണ് ഈ രോഗം പടരുന്നത്, അല്ലെങ്കിൽ ഇത് തടയാൻ വേണ്ടി ഏത് തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കും. അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു രോഗമാണ് എലിപ്പനി. ഇംഗ്ലീഷ് പറഞ്ഞ വീൽസ് ഡിസീസ്, അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈർ, സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ ലെപ്റ്റോസ്പൈറോസിസ്. ഈ രോഗം ഉണ്ടാകുന്നത് ഒരുതരം അണുക്കളാണ്. ലെപ്റ്റോസ്പൈറ ഹെമറേജ് എന്ന് പറഞ്ഞ ഒരുതരം അണുക്കൾ. ഇതിൻ്റെ തന്നെ വേറൊരു രോഗം ലെപ്റ്റോസ്പൈറ കൈനിക്കോള എന്ന് പറഞ്ഞ ഒരു അണുക്കളും ഈ രോഗം ചെറിയ തോതിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ അണുക്കൾ സാധാരണ എലികളിലാണ് ഉണ്ടാവുക, എലികളുടെ റിസർവോയർസ്. സാധാരണ മനുഷ്യർക്ക് അങ്ങനെ അസുഖം കിട്ടാറില്ല. പക്ഷേ എലികളിൽ നിന്ന് ഈ അണുക്കൾ എലികളുടെ മൂത്രത്തിൽ കൂടെ വിസർജിച്ച് അത് മഴ പെയ്യുമ്പോൾ വെള്ളം നമ്മുടെ പാടങ്ങളിലും കുളങ്ങളിലും തോടിലും പുഴകളിലൊക്കെ വന്ന് ചേരും. ഈ അണുക്കൾ ഈ വെള്ളത്തിലിങ്ങനെ നിൽക്കും, സ്റ്റാഗ്നന്റ് വാട്ടറിൽ ഇതിങ്ങനെ സർവൈവ് ചെയ്യും. ഈ അണുക്കൾ നമ്മൾ മനുഷ്യർ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴോ കൃഷി ആവശ്യം, സാധാരണ ഒക്കുപേഷണൽ ഡിസീസ് എന്ന് പറയുക. കാരണം ഇത് കൃഷി ആവശ്യം, കൃഷിക്കാരിലാണ് അധികം കാണുന്നത്, ഫാർമേഴ്സ്, അതുപോലെ ട്രഞ്ച് മൈനേഴ്സ്, കാന റോഡൊക്കെ ക്ലീൻ ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരിലാണ് അത് അധികം കാണുന്നത്. അതുകൊണ്ടാണ് ഒക്കുപേഷണൽ ഡിസീസ് എന്ന് പറഞ്ഞത്. ഒക്കുപേഷണലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കാണ് ഏറ്റവും അധികം കാണുന്നത്. ഈ കൃഷിക്ക് അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് ചെളിയിലും വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും. അത് സാധാരണ തൊലിക്കൂടെ പ്രവേശിക്കില്ല. തൊക്ക് എന്തെങ്കിലും അൾസർ അല്ലെങ്കിൽ വ്രണം, മുറിവുകൾ, പൊട്ട മുറിവ്, അതുപോലെ അബറേഷൻസ്, ചൊറി, അങ്ങനെയുള്ള വ്രണങ്ങളുണ്ടാവും. ആ വ്രണത്തിൽ കൂടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കും. ഇത് കൂടാതെ നേർത്ത തൊലി കൂടെ, ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണിൻ്റെ നേർത്ത പാടിൻ്റെ കഞ്ചങ്ടൈവ്, അതിൽ കൂടിയും പിന്നെ വായക്കകത്തുള്ള മ്യൂക്കസ് മെമ്പറിൽ ഈ പ്രത്യേകിച്ച് അതിൽ വ്രണങ്ങളൊക്കെ നമ്മൾ അധികം കിടക്കാൻ സാധ്യത. ഇതിൽ കൂടെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുക. ആദ്യത്തെ ഒരാഴ്ച കാലം ഈ അണുക്കൾ നമ്മുടെ രക്തത്തിൽ വളരെയധികം പെരുകും, മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി അത് പ്രവർത്തിക്കാൻ തുടങ്ങും, പ്രതിപ്രവർത്തനം ആരംഭിക്കും. ഒരു 7-8 ദിവസം വരെ ഈ അണുക്കൾ നമ്മുടെ ബ്ലഡിൽ പ്രവർത്തിക്കും. അത് കഴിഞ്ഞ് 8-ാം ദിവസം മുതൽ ഈ അണുക്കൾ, ഈ ആൻറ്റിബോഡീസ് എന്ന് പറയും, അത് ഈ പ്രതിരോധ ഘടകങ്ങൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതോടുകൂടി ഈ അണുക്കൾ ബ്ലഡിൽ നിന്ന് അപ്രത്യക്ഷമാകും. എന്നിട്ട് നമ്മുടെ ശരീരത്തിലെ ഇൻറ്റേർണൽ ഓർഗൻസ്, അതായത് കിഡ്നി, ലിവർ, സ്പ്ലീൻ, ഹാർട്ട്, ബ്രെയിൻ, ഇങ്ങനെയുള്ള ഇൻറ്റേർണൽ ഓർഗൻസിലേക്ക് കടക്കും ഈ ഓർഗൻസ്, ഈ അണുക്കൾ. അവിടെ പിന്നീട് അവിടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ പല ചേഞ്ചസും വരുത്തും, മാറ്റങ്ങൾ വരുത്തും. ആദ്യം പ്രധാനമായിട്ടും കാണുന്നത് പഴുപ്പാണ്. ലിവറിൽ പഴുപ്പ് വരിക, കിഡ്നിയിൽ പഴുപ്പ് വരിക, ഹാർട്ടിൽ നീര് വന്ന്, ഇതൊക്കെ ഈ ഓർഗൻസിൽ നീര് വന്ന് വീങ്ങും ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ ഇതേപോലുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ ആദ്യത്തെ ഈ സിംറ്റംസ് തുടങ്ങി വിത്തിൻ 4 days നമ്മൾ ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ പോകാൻ നോക്കും, ഡെത്ത് ആകുമെന്ന് നോക്കും. സെക്കൻഡ് സ്റ്റേജിൽ കിടക്കാതെ അല്ലെങ്കിൽ ഡെത്ത് ആകുമെന്ന് നോക്കും. അതിന് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞത് ഇപ്പം ഈ എലിപ്പനി ഉണ്ടാകുന്ന രീതി അതിൻ്റെ വളരെ വിശദമായ രീതിയിൽ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതേ സമയം താങ്കളൊക്കെ പറയുന്ന പ്രകൃതി ചികിത്സാ രീതിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു രോഗമേ ഇല്ല എന്ന് പറയുന്നു. ഇത് തമ്മിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വാദങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞ ഭാഗത്തിൽ ആദ്യം തന്നെയുള്ളൊരു ചോദ്യം, ഇപ്പോൾ കേരളത്തിലെ ജലാശയങ്ങളിൽ, കുളങ്ങളിൽ, തോടുകളിൽ, കൃഷിപ്പാടങ്ങളിൽ ഉള്ള വെള്ളത്തിൽ ലെപ്റ്റോസ്പൈറോ എന്ന് പറഞ്ഞ അണു ഉള്ളത് കൊണ്ടാണ് അതിലിറങ്ങുന്ന ആളുകളുടെ കാല് മുറിഞ്ഞവരാണെങ്കിൽ ആ രീതിയിലുള്ള തകരാറുകൾ വരുന്നത്. കേരളത്തിലെ കുട്ടികളിൽ എലിപ്പനി കാണുന്നില്ല, കുട്ടികൾ എലിപ്പനി പിടിക്കുന്നില്ല, മരിക്കുന്നില്ല. എല്ലാ ജലാശയത്തിലും ചാടി നീന്തി കളിക്കുന്ന കേരളത്തിലെ കുട്ടികൾക്ക് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എലിപ്പനി വരുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. 2 മുറിവെങ്കിലും കയ്യിലോ കാലിലോ ഇല്ലാത്ത കുട്ടികൾ കേരളത്തിലില്ല. വളരെ ഗ്രാമങ്ങളിൽ വളരെ സാധാരണമാണ് കുട്ടികൾക്ക് ഈ മുറിവെന്നുള്ളത്. ഒന്ന്. രണ്ടാമത്തത്, ഈ എലി മൂത്രമൊഴിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നുമല്ല. ഇത്രയും കാലം എലിയുടെ പേരിൽ ഇങ്ങനെ ഒരു അപരാധം നമ്മൾ ചുമത്തിയിരുന്നില്ല. എലിയെ പച്ചയ്ക്ക് തിന്നുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്, ചുട്ടു തിന്നുന്നവരുണ്ട്, പച്ചയ്ക്ക് തിന്നുന്നവരുണ്ട്. മറ്റൊന്നുള്ളത്, ഈ പനി, ഇപ്പോൾ പ്രകൃതി ചികിത്സാ കാഴ്ചപ്പാടിൽ ജലദോഷം എന്നുള്ളത് കഫം പുറത്തേക്ക് പോകുന്നതാണ്.
കഫം വളരെ വിലപ്പെട്ടതാണ്, പുറത്ത് കളയാൻ പാടില്ല എങ്കിലും മരുന്ന് കഴിച്ച് തടഞ്ഞ് ഉള്ളിൽ പിടിച്ച് നിർത്തണം. കഫം മോശമാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് കളയണം. ശരീരത്തിൻ്റെ ഒരു ക്ലീനിങ് പ്രോസസ്സാണ് ജലദോഷം, ഛർദി, വയറിളക്കം. അതേപോലെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ കത്തിച്ച് കളയുന്ന ശരീരത്തിൻ്റെ അത്യസാധാരണമായ ശുദ്ധീകരണ പ്രക്രിയയാണ് പനി. ഈ പനിയെ മരുന്ന് ചെയ്ത് തടയാം. ഒരു ജീവിക്ക് 10-15 പനികളെ മരുന്ന് ചെയ്ത് തടയാം. അതോടെ ആ ജീവിയുടെ ശരീരം വിഷം കെട്ടും. അപ്പോൾ പനി എന്നുള്ളതിൻ്റെ ഒരു ആരംഭത്തിൽ നമ്മുടെ ആളുകൾ മുഴുവൻ പാരാസിറ്റമോളോ ബ്രൂഫിനോ മേടിച്ച് കഴിക്കുന്നു. ഒരു നീര് വീഴ്ച അല്ലെങ്കിൽ ജലദോഷം, പാരാസിറ്റമോൾ, ബ്രൂഫിൻ എല്ലാവർക്കും അറിയാം. കാലിപ്പോൾ, വെപ്പാനിൽ ഇങ്ങനെ നിരവധി പേരുകളല്ല കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. ഈ മരുന്നുകൾ ഇപ്പോൾ കറണ്ട് ഇൻഡെക്സ് ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിലായാലും അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പിൽ ബുക്കിലായാലും ഈ ഗുളികകൾ ഹെപ്പാറ്റിക് നെക്രോസിസ് ഉണ്ടാക്കും, കരള് തകരാറുണ്ടാക്കും, ട്യൂബുലാർ നെക്രോസിസ് ഉണ്ടാക്കും, കിഡ്നിക്ക് ഈ പറഞ്ഞ തകരാറുകൾ ഉണ്ടാക്കും. പാരാസിറ്റമോൾ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ലിവർ ഡാമേജ് ഇൻ ക്രോണിക് ആൽക്കഹോളിക്സ് എന്നാണ് പാരാസിറ്റമോളിന്റെ സൈഡ് എഫക്ട് തുടങ്ങുന്നത് തന്നെ. അപ്പം നമ്മുടെ നാട്ടിൽ മദ്യപാനികൾ പാരാസിറ്റമോൾ കഴിച്ചാൽ കരൾ പോയത് തന്നെയാണ്. ഈ മരിച്ചവരിൽ ധാരാളം പേര് മദ്യപാനികളാണ്. അപ്പോൾ പനി തുടങ്ങുന്ന സമയത്ത് പനിയെ അടിച്ചമർത്താൻ വേണ്ടി കഴിക്കുന്ന പാരാസിറ്റമോൾ, ബ്രൂഫൻ ടൈപ്പുള്ള ഗുളികകൾ രോഗിയുടെ കരളും കിഡ്നിയും തകരാറിലാക്കുന്നു. പ്ലേറ്റ്ലെറ്റ്സ് കുറയ്ക്കുന്നുണ്ട്. ഇതിനും മെഡിക്കൽ ടെക്സ്റ്റുകൾ പാരാസിറ്റമോളും ബ്രൂഫനും പ്ലേറ്റ്ലെറ്റ്സ് കുറയ്ക്കുക, രക്തത്തിലെ തകരാറുണ്ടാക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. ഈ തകരാറുകൾ വരുമ്പോൾ എലിപ്പനി എന്നുള്ള പേരിൽ നമ്മുടെ ചികിത്സ എന്താണ്? പെൻസിലിനും ടെട്രാസൈക്ലിനും കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ശരി തന്നെയാണല്ലോ. ആണിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആശുപത്രികൾ കൊടുക്കുന്നത്. പിൽബുക്ക് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ടെട്രാസൈക്ലിൻ പെൻസിലിന് ഒന്നിച്ച് കൊടുക്കാൻ പാടില്ല. അത് വളരെ കൃത്യമായിട്ട് ടെട്രാസൈക്ലിൻ പെൻസിലിന് ഒന്നിച്ച് കൊടുക്കാൻ പാടില്ല എന്ന് വിലക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരളിനും കിഡ്നിക്കും തകരാറുള്ള ആളുകൾക്ക് പെൻസിലിനും ടെട്രാസൈക്ലിനും കൊടുക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ കരളിനും കിഡ്നിക്കും തകരാറ് വരുമ്പോൾ ഡോക്ടർമാർ നേരെ കുത്തിവിടുന്നത് 10-50 പെൻസിലിൻ. അതിഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ മനുഷ്യരെ ചികിത്സിച്ച് കൊല്ലുകയാണ്, മരുന്ന് കൊടുത്ത് കൊല്ലുകയാണ്. അമേരിക്കയിൽ ഈ പിൽബുക്ക് തുടങ്ങുന്നത് തന്നെ 1 മില്യൺ തകരാറുകൾ മരുന്ന് കൊണ്ട് അമേരിക്കയിൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ നിരോധിക്കപ്പെട്ട മരുന്നുകളൊക്കെയാണ് ഇവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ മരുന്ന് കൊണ്ട് ഒരപകടം ഉണ്ടാകുന്നില്ല, ആരും മരിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിൽ മരുന്ന് കൊണ്ടുണ്ടാകുന്ന മരണങ്ങളെ നേരെ എലിയുടെ പേരിലും അണുവിൻ്റെ പേരിലും അല്ലെങ്കിൽ പൂച്ചയുടെ പേരിലും ഒക്കെ തള്ളിവിട്ട് രക്ഷപ്പെടുകയാണ് ഡോക്ടർമാർ ചെയ്യുന്നത്. അല്ല, അങ്ങനെയാണ് ആയിക്കോട്ടെ. ഏറ്റവും കൂടുതൽ മരുന്ന് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നു. പക്ഷെ ആ തരത്തിലൊരു മരണസംഖ്യ കൂടുന്നില്ലല്ലോ. ഈ എലിപ്പനിയുടെ പേരിൽ അങ്ങനെ വരുന്നില്ലല്ലോ. ഇപ്പൊ ഈ വർഷം തന്നെ വന്നത് 130 എണ്ണമാണ്. നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ അളവും ജേക്കബ് പറഞ്ഞ രീതി വെച്ചാണെങ്കിൽ തന്നെ അത്ര വലിയ രീതിയിൽ വരുന്നില്ലല്ലോ. ഇത്തവണത്തെ എലിപ്പനിയിൽ വളരെ ദുരൂഹതകളുണ്ട്. ഒന്ന്, സാധാരണ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് എലിപ്പനി കണ്ടുവരുന്നത്. പക്ഷെ ഇക്കൊല്ലം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ എലിപ്പനി ഉണ്ടായിട്ട് കേട്ടില്ല. ബഹളം മുഴുവൻ തുടങ്ങുന്നത് സെപ്റ്റംബർ 3-ാം തീയതി കൃത്യമായൊരു തീയതി വെച്ചിട്ടാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആയിരുന്നു എലിപ്പനിയുടെ എപ്പിസെന്റർ. ഈ കഴിഞ്ഞ കൊല്ലം 2 കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പഠനം നടത്തി. ഞാൻ ആരോഗ്യ വകുപ്പിന് 2 നിവേദനങ്ങൾ തന്നിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ എലിപ്പനി എന്ന് പറയുന്ന അവകാശവാദം തെറ്റാണ്. അവിടെ കഴിഞ്ഞ ജൂൺ മാസത്തിലെ 7-6-1 ജൂൺ മാസം 7-ാം തീയതി 22 എലിപ്പനി രോഗികളുണ്ടെന്ന് പത്രങ്ങളിൽ വാർത്ത കണ്ടിട്ട് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ 24-ാം വാർഡിൽ പഠനത്തിന് ചെന്നു. 3/4 മണിക്കൂർ കാത്തു നിന്നിട്ടും ഒരു രോഗിയെപ്പോലും കാണിച്ചു തരുന്നില്ല. എൻ്റെ കൂടെ കോട്ടയം പള്ളിക്കൂടം സ്കൂളിലെ ജോസഫ് ആൻഡി എന്ന് പറഞ്ഞ അധ്യാപകനുണ്ട്. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വേറൊരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഞാൻ ആ ചാർട്ടുകളൊന്ന് ചെക്ക് ചെയ്തോട്ടെ. അവരകത്തേക്ക് കയറി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അത് നമുക്കിപ്പോൾ 22 പേഷ്യൻസേ ഉള്ളൂ. നിങ്ങൾ എന്തായി പറയുന്നത്? 22 പേര് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കിടക്കുന്നു എന്ന് പറഞ്ഞ ആളുകളെ മുഴുവൻ പരിഭ്രാന്തരാക്കിയിട്ട് പത്രത്തിൽ മുഴുവൻ എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ? അപ്പോൾ അവർ പറഞ്ഞു, അത് പത്രക്കാർ പിന്നെ എന്തൊക്കെ എഴുതും, ഇവിടെ 11 പേര് മരിച്ചു എന്നാണ് പത്രത്തിൽ എഴുതിയത്. അത് വായിച്ച് ഞങ്ങൾ ഞെട്ടി. ഇവിടെ ആകെ ഒരാളെ മരിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ എക്സാജറേഷന്റെ ആവശ്യം എന്താണെന്നാണ് കരുതുന്നത്? ഒന്ന്, എന്തുകൊണ്ട് ആരോഗ്യവകുപ്പ് അന്ന് ഞങ്ങൾ കൊടുത്ത കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു മിന്നൽ പരിശോധന നടത്തി ഒരു രോഗി പോലും കോട്ടയം മെഡിക്കൽ കോളേജിൽ എലിപ്പനിയായിട്ട് ഇല്ല എന്നുള്ളത് ബോധ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഞാൻ 13/6/1 ഫാക്സ് മെസ്സേജ് കൊടുത്തതിൻ്റെ കോപ്പിയാണിത്. ഒരു നടപടി ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്ന? ഒന്ന്, മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ്, മരുന്ന് കൊണ്ട് മനുഷ്യൻ മരിക്കുന്നതിനെ വിദഗ്ധമായി മൂടി വയ്ക്കാനായിട്ട് ഡോക്ടർമാർക്ക് സാധിക്കുന്നു.
2 ഡോക്ടർമാർക്കുണ്ടാകുന്ന പിഴകൾ, മരുന്ന് കൊടുത്തുണ്ടാകുന്ന മരണങ്ങളിൽ നിന്ന് ആശുപത്രിക്കും ഡോക്ടർമാർക്കും രക്ഷപ്പെടാൻ സാധിക്കുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ കൊല്ലം ഈ പേടി വന്നതോടെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അലോപ്പതി മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് പേടിച്ച് നമ്മുടെ ആളുകൾ ആയുർവേദത്തിലേക്കും പ്രകൃതി ചികിത്സയിലേക്കും ഹോമിയോയിലേക്കും തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മരുന്ന് കമ്പനികൾക്ക് ഉണ്ടാക്കി വെച്ച നഷ്ടം വളരെ വലുതാണ്. അപ്പോൾ ഈ ആളുകളെ മുഴുവൻ തിരികെ പിടിക്കണം. അപ്പോൾ ഓരോ സമയത്തും ആളുകളെ ഡെങ്കിപ്പനി, ജപ്പാൻ പനി, എലിപ്പനി എന്ന് പറഞ്ഞ് ഓരോ സമയത്തും പേടിപ്പിച്ച് തിരിച്ച് അലോപ്പതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ ഒരു പഠനം വെച്ച് ഈ പനിയുടെ പേടി വന്നതോടെ ചെറിയ ചൂട് തോന്നുന്നവരെല്ലാം ഏറ്റവും വലിയ ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷം കണ്ടു. 300 കോടി രൂപയുടെ പനിമരുന്നുകൾ കൂടുതലായി വിറ്റഴിക്കാനായിട്ട് കമ്പനികൾക്ക് സാധിച്ചു. അല്ല, ഈ മരിക്കുന്നവരൊക്കെ ഇപ്പൊ ഒരു കാര്യം കൂടെ അതിൽ വളരെ പ്രധാനപ്പെട്ടതുണ്ട്. ഈ ടെട്രാസൈക്ലിൻ കമ്പനിയെ ഞങ്ങൾ വളരെ സംശയിക്കുന്നുണ്ട്. കാരണം സൂററ്റിൽ പ്ലേഗ് ഉണ്ടായെന്ന് പറഞ്ഞ് 8 ലക്ഷം ടെട്രാസൈക്ലിൻ അവർ വിറ്റഴിച്ചു. ഒരു പീസ് ടൈമിൽ എങ്ങനെയാണ് 8 ലക്ഷം ടെട്രാസൈക്ലിൻ സ്റ്റോക്ക് ഉണ്ടായതെന്ന് അന്ന് പലരും ചോദിച്ചു. സൂററ്റിൽ പോയി പഠനം നടത്തിയിട്ട് ഞാനൊരു പ്രസ്താവന ഇറക്കി, സൂററ്റിൽ പ്ലേഗ് ആയിരുന്നില്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് സൂററ്റിൽ അത് പ്ലേഗ് ആയിരുന്നില്ല എന്ന് പറഞ്ഞത്. ഈ ടെട്രാസൈക്ലിൻ്റെ ഷെൽഫ് ലൈഫിന് ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അത് ജീർണിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ ടെട്രാസൈക്ലിൻ ഗുളികകൾ വിറ്റ് തീർത്തേ മതിയാകൂ, അല്ലെങ്കിൽ കമ്പനിക്ക് നഷ്ടമാകും. അതുകൊണ്ട് ഓരോ സീസണിലും ആളുകളെ പേടിപ്പിച്ച്, ഇപ്പോൾ ടെട്രാസൈക്ലിൻ വളരെ സൂക്ഷിച്ച് മാത്രം കഴിക്കാവുന്ന വിഷമാണ്, തനി വിഷമാണ്. പെൻസിലിൻ അതുപോലെ. ഈ പെൻസിലിനും ഡോക്ടർമാർ വളരെ ഒഴിവാക്കി കൊണ്ടുവന്ന ഒരു മരുന്നാണ്. ഈ 2 മരുന്നുകൾക്കും വളരെ വ്യാപകമായ, ഇപ്പോൾ സർക്കാർ മുടക്കിയിട്ടുള്ള 28 ലക്ഷം രൂപ, ഇതിൽ നല്ലൊരു ശതമാനവും ഈ മരുന്ന് കമ്പനികൾക്ക് അതിൻ്റെ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ടെട്രാസൈക്ലിൻ ഗുളികകൾ സമയം തീരുന്നതിന് മുമ്പ് തന്നെ ചിലവാക്കിയെടുക്കുക തുടങ്ങിയിട്ടുള്ള നിരവധി താല്പര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ മരുന്ന് കമ്പനികളുടെ താല്പര്യങ്ങളാണ്, അല്ലെങ്കിൽ മരുന്ന് വിറ്റഴിക്കാനുള്ള താല്പര്യമാണ് ഇങ്ങനെ ഒരു രോഗം, ഇല്ലാത്ത രോഗം ഉണ്ടാക്കുന്നതാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. അത് അങ്ങനെ എനിക്ക് അഭിപ്രായം തോന്നണില്ല. കാരണം വെച്ചാൽ നമ്മൾ മോഡേൺ മെഡിസിൻ നമ്മൾ പഠിച്ച ശാസ്ത്രമാണ്. അപ്പോൾ മോഡേൺ മെഡിസിനിൽ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മൾ വെറുതെ എലിപ്പനി എന്ന് പറയുന്നതല്ല, ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് വെച്ചാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതായാലും ഇതൊക്കെ ഒരുപാട് ഇത് മുന്നേ നടന്ന പഠനങ്ങളും അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വന്ന എന്തുകൊണ്ടാണ് ഇവരില്ലാതിരുന്നത്. അദ്ദേഹത്തിൻ്റെ സംശയം വളരെ ന്യായമാണ്. അദ്ദേഹം സംശയം വളരെ ന്യായമാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ 10-15 ഈ എലിപ്പനി ഒരു പുതിയ രോഗമൊന്നുമല്ല, വളരെ നേരത്തെയുള്ള രോഗം തന്നെയാണ്. പക്ഷെ ഒരു 10-15 വർഷം മുന്നേ വരെ നമ്മൾ ഈ എലിപ്പനിക്ക് ഈ അണുക്കൾ ലെപ്റ്റോസ്പൈറ ചില സ്പൈറഗറ്റ ഫാമിലിയിൽപ്പെട്ട മിക്കവാറും അണുക്കളൊക്കെ പെൻസിലിൻ വളരെ സെൻസിറ്റീവ് ഓർഗാനിസം. അപ്പോൾ ഒരു 15 വർഷം മുന്നേ വരെ നമ്മൾ ഹോസ്പിറ്റലിൽ എന്താ അസുഖം ചെന്നാലും ആദ്യം കൊടുക്കുക പെൻസിലിനാണ്. ഞാനൊക്കെ എൻ്റെ സർവീസിൽ കയറിയ കാലത്ത് ക്യൂ നിർത്തിയാണ് കുത്ത് പെൻസിലിൻ. കാരണം വേറെ മരുന്നില്ല എന്ന്. വേറെ ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആകെയുള്ള മരുന്ന് പെൻസിലിൻ ഇഞ്ചക്ഷൻ. ഇപ്പോഴും രോഗികൾ പറയാം ഒരു പെൻസിലിൻ ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് അന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് രോഗിയോട് വന്നിരുന്നു. അപ്പോൾ ഈ പെൻസിലിൻ ഇഞ്ചക്ഷൻ ഒരു കോഴ്സ് കൊടുക്കുക, എന്താ അസുഖം വന്നാലും പനി വന്നാലും അതിന് ഏതൊക്കെ ഇൻഫെക്ഷൻ, ഏതെങ്കിലും ഇൻഫെക്ഷനാണ്. കാരണം അതൊരു യൂണിവേഴ്സൽ ആൻറ്റിബയോട്ടിക്സ് പോലെ വൈഡ് സ്പെക്ട്രം ആക്ടിവിറ്റി ഉള്ള പെൻസിലിൻ. അപ്പോൾ ഏതെങ്കിലും എന്ത് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് തോന്നിയാലും ഒരു കോഴ്സ് പെൻസിലിൻ കൊടുക്കുക. അപ്പോൾ പണ്ട് അങ്ങനെ ഒരു പ്രാക്ടീസ് ആയിരുന്നു നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെയ്തിരുന്നത്. അപ്പോൾ ഒപ്പിൽ ധാരാളം കൊടുത്തിരുന്നു. പക്ഷേ ഒരു 15 വർഷത്തിന് ശേഷം ഇതിൻ്റെ ഉപയോഗം വളരെ കുറച്ച്. എന്താ കാരണം എന്ന് വെച്ചാൽ കുറേ അനഫിലാക്സിസ് റിയാക്ഷൻ വന്നിട്ടുണ്ട്, ഡെത്ത് ഉണ്ട്. ഇപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് കുറേ ആൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബോഡി സെൻസിറ്റൈസ് ചെയ്യും. നമ്മുടെ സമൂഹം ഓരോരുത്തർ ഇത് ഉപയോഗിച്ച് കുറയുമ്പോൾ ബോഡി സെൻസിറ്റൈസ് ചെയ്യും, റിയാക്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ കുറേ അനഫിലാക്റ്റിക് റിയാക്ഷൻസ് ഉണ്ട്, ഉണ്ടായി ഡെത്ത് ഉണ്ട്. ഇങ്ങനെ അനഫിലാക്റ്റിക് റിയാക്ഷൻ വന്ന് ഡെത്ത് വരും തുടങ്ങിയിട്ട് ഡോക്ടർമാർ തന്നെ പെൻസിലിൻ ഉപയോഗിക്കാൻ കുറച്ചു. വളരെ അത്യാവശ്യം കേസുകൾ, വളരെ ഈ പെൻസിലിൻ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കേസുകൾക്ക് മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തു. അതോടെ OPയിൽ പെൻസിലിൻ കൊടുക്കൽ നിർത്തി. പിന്നെ IPയിൽ കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ അതുപോലെ വളരെ ഇൻഡിക്കേറ്റഡ് വളരെ അത്യാവശ്യം കേസുകൾക്ക് മാത്രമേ. അപ്പോഴേക്കും പുതിയ ആൻറ്റിബയോട്ടിക്സ് വന്നു തുടങ്ങി, വേറെ പെൻസിലിൻ കൂടാതെ വേറെ ന്യൂവർ ആൻറ്റിബയോട്ടിക്സ് എത്തി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് പെൻസിലിൻ ഉപയോഗം വളരെ കുറച്ചുകൂടി ഈ ലെപ്റ്റോസ്പൈറ ഫാമിലിപ്പെട്ട ഈ അണുക്കൾ ഈ രോഗം ഒരുപക്ഷെ അതായിരിക്കും അന്ന് സപ്രസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്ത് ഇൻഫെക്ഷൻ ആദ്യം കൊടുക്കുന്നത് പെൻസിലിനാണ്. അപ്പം അന്ന് പെൻസിലിൻ ഉപയോഗം കുറഞ്ഞതാണോ? അതാ ഈ 15 വർഷം മുന്നേ ഒരു പക്ഷേ ഇത് ഈ രോഗം സപ്രസ് ചെയ്തിട്ടുണ്ടാവണം. കാരണം ഫസ്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഇത്. പക്ഷേ ഈ പെൻസിലിൻ ഉപയോഗം കുറഞ്ഞുകൂടി ഒരു പക്ഷേ ഈ അണുക്കൾ കൂടുതൽ ആക്റ്റീവ് ആകാൻ ഒന്ന് സാധ്യതയാണ്. രണ്ടാമത്തെ കാരണം ഒന്ന് ഈ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ഇല്ല. ഈ ഡയഗ്നോസ് ചെയ്യാനുള്ള കൂടുതൽ സൗകര്യങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ നമുക്ക് എല്ലാ ഫെസിലിറ്റീസായി. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലും മിക്കവാറും എല്ലാ മെഡിക്കൽ കോളേജിലും ലാബുകളുണ്ട്. ലാബിൽ ഡയഗ്നോസ് ചെയ്യാൻ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇതിന് സൗകര്യമുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ ധാരാളം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിന്ന് ഡയഗ്നോസ് ചെയ്യാൻ സൗകര്യം ധാരാളമുണ്ട്.
ഈ എലിപ്പനിയാണെന്ന് നമ്മൾ ആദ്യമേ സംശയം ഈ ഡയഗ്നോസ് കൺഫേം ചെയ്യുമ്പോഴാണിത് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നത് എലിപ്പനി ആയിരുന്നു എന്ന് കൺഫേം ചെയ്തതിനു ശേഷം. അപ്പോൾ ഈ ഒരു ഏരിയ എന്നൊരു കേസ് റിപ്പോർട്ട് ചെയ്താൽ അതുപോലെ സിമിലർ ഫീച്ചേഴ്സ് വന്നാൽ നമ്മൾ ആദ്യം സസ്പെക്ട് ചെയ്യും. പിന്നെ നമുക്കിത് ഡയഗ്നോസ് കൺഫേം ചെയ്യാൻ ട്രീറ്റ്മെൻറ്റ് വെയിറ്റ് ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, രോഗം തുടങ്ങി 4 ദിവസത്തിനകത്ത് ട്രീറ്റ്മെൻറ്റ് ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണെങ്കിൽ ഡെത്ത് ഒഴിവാക്കാം. അദ്ദേഹം പറഞ്ഞു ഉപയോഗിക്കാൻ പാടില്ലാത്ത 2 മരുന്നുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു രോഗിക്ക് കൊടുക്കുന്നത്. 2 പേര് ഒരുമിച്ച് ഉപയോഗിക്കണം. നമ്മൾ പെൻസിലിൻ സ്റ്റാർട്ട് ചെയ്ത പെൻസിലിൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ടെട്രാസൈക്ലിൻ അപ്പോൾ അവിടെ കൊടുക്കുന്നില്ല. ഒരു ആശുപത്രിയിൽ നിന്ന് ഡോക്സിസൈക്ലിൻ കഴിച്ച് വരുന്നൊരു പേഷ്യന്റ് അടുത്ത ആശുപത്രിക്കാർ പെൻസിലിൻ കൊടുത്തു. എൻ്റെ കയ്യിൽ കേസുകളുണ്ട്. അല്ല, അത് ഡോക്സിസൈക്ലിൻ ചിലപ്പോൾ പെൻസിലിൻ ഉപയോഗിക്കാത്തപ്പോൾ മാത്രമേ ഡോക്സിസൈക്ലിൻ കൊടുക്കുന്നുള്ളൂ. 2 ഗുളിക ഇപ്പോൾ ഒന്ന് കരളിനും കിഡ്നിക്കും തകരാറുള്ളപ്പോൾ ടെട്രാസൈക്ലിനോ പെൻസിലിനോ കൊടുക്കരുതെന്നാണ് പിൽ ബുക്ക് പറയുന്നത്. കരൾ കിഡ്നി തകരാറുള്ളവർക്ക് പെൻസിലിനോ ടെട്രാസൈക്ലിനോ ഉപയോഗിക്കാൻ പാടില്ല. ടെട്രാസൈക്ലിൻ കഴിച്ച് വെയിൽ കൊണ്ടാൽ ദേഹം ആസകലം പൊള്ളി ആസിഡ് കൊണ്ട് പൊള്ളുന്ന പോലെ പൊള്ളി പഴുക്കുന്ന മാരക വിഷമാണ്. അത് ടെട്രാസൈക്ലിൻ വേറെ ചില മരുന്നുകൾക്കും ഈ ഫോട്ടോ സെൻസിറ്റീവ് റിയാക്ഷൻ എന്ന് പറയും. സോ ഈ മരുന്ന് കഴിച്ചിട്ട് സൂര്യപ്രകാശം അടിച്ചാലേക്ക് ഫോട്ടോ സെൻസിറ്റീവ് റിയാക്ഷൻ വരും. ആ രീതിയിൽ ഏതെങ്കിലും ഒരു മരണം കേരളത്തിൽ നടന്നതായിട്ട് ആരോഗ്യവകുപ്പിൽ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഒരു 1000-10,000 പേരെ കഴിച്ച് എത്ര പേർക്ക് ഇത് ഉണ്ടാവുന്നുണ്ട്? ഒരു റിയാക്ഷൻ ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സൂര്യന് താഴെയുള്ള എന്തിനും റിയാക്ഷൻ ഉണ്ടാവുന്ന എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇത്രയും നമ്മൾ ലക്ഷക്കണക്കിന് രോഗികളെ നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. 1-2 പേരല്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നോക്കിയാൽ ഒരു മെഡിക്കൽ കോളേജിൽ നമുക്കറിയാം ഒരു ദിവസം അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് എത്രയാണ്, അവിടെ ഉപയോഗിക്കുന്ന വരുന്ന രോഗികൾ, കിടക്കുന്ന രോഗികൾ, ഡിസ്ചാർജ് പോകുന്ന രോഗികൾ എത്രയാണെന്ന് പറയാം. അതുപോലെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ, അതുപോലെ മറ്റ് താലൂക്ക് ഡിസ്ട്രിക്ട്, അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽ നമ്മൾ ഒരു ദിവസം എനിക്ക് തോന്നുന്നത് ലക്ഷക്കണക്കിന് പേര് ചികിത്സിച്ച് പോകുന്നുണ്ട്. എത്ര പേർക്ക് ഈ റിയാക്ഷൻ കാണുന്നുണ്ട്? ഈ ഫോട്ടോസെൻസിറ്റീവ് റിയാക്ഷനോ അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ള അനഫിലാക്സിക് റിയാക്ഷൻ എത്ര പേർക്ക് ഉണ്ടാവുന്നുണ്ട്? കേരളത്തിൽ ഒരു 500 പേരൊക്കെ ഇതുള്ള റിയാക്ഷൻ മരുന്നിന്റെ റിയാക്ഷൻ കൊണ്ട് മരിച്ചു എന്ന് വരാം. അത്രയുള്ള വരുമെന്നുള്ളൂ. കാരണം ലക്ഷക്കണക്കിന് ആളുകളെ ചികിത്സിക്കുമ്പോൾ 500-1000 പേര് മരുന്നിന്റെ തകരാറ് വരാം. 500 പേര് മരിച്ചതായിട്ട് എന്തെങ്കിലും ഒരു രേഖ നമുക്ക് ഹാജരാക്കാൻ കഴിയും ഇപ്പോൾ ഈ റിയാക്ഷൻ മൂലം? മരിക്കുന്നില്ല. ഒരു കേസെങ്കിലും കേരളത്തിൽ മരുന്നിന്റെ റിയാക്ഷൻ കൊണ്ടോ പാരാസിറ്റമോളിന്റെ സൈഡ് എഫക്ട് കൊണ്ടോ മരിച്ചതായിട്ട് ആരോഗ്യവകുപ്പിന് ഒരു കണക്കുണ്ടോ? പാരാസിറ്റമോൾ ഞാൻ പറയാം, ഞാൻ പറഞ്ഞില്ലേ സൂര്യന് കീഴിലുള്ള എല്ലാം ടോക്സിക്കുകൾ എല്ലാവരും ഞാൻ പറയട്ടെ, നമ്മൾ ഏത് സാധനത്തിനും അതിൻ്റെതായ ഇപ്പോൾ എല്ലാ മെഡിസിനും കെമിക്കൽസാണ്. എല്ലാ മെഡിസിനും കെമിക്കൽ, അതിൻ്റെ ഗുണവും ദോഷമുണ്ട്. ഈവൻ വെള്ളം വരെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കുടിച്ചാൽ അതും വിഷമാണ്. അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ അതും ശരീരത്തിന് ദോഷമാണ്. ഇപ്പോൾ വെള്ളം തന്നെ ഇപ്പോൾ ഒരാൾ 4 ലിറ്റർ വെള്ളം കുടിച്ചാൽ ഹൈഡ്രീമിയ, മനസ്സിലായോ? അതിൽ വിയോജിപ്പുണ്ട്. ഒന്ന്, ഈ അണുക്കൾക്ക് ലെപ്റ്റോസ്പൈറയ്ക്ക് അലോപ്പതിയോട് മാത്രം ഇത്ര സ്നേഹമുള്ളൂ. എന്തുകൊണ്ട് ആയുർവേദം ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ കേരളത്തിലുണ്ട്. ഞങ്ങളെപ്പോലുള്ള പ്രകൃതി ചികിത്സകർ വേറെ ഒരു ചികിത്സയും ചെയ്യാത്തവരാണ്. റോഡ് അപകടത്തിൽ വല്ലയിടത്ത് ഇടിച്ചു വീണോ വാരിക്കൂട്ടി ആശുപത്രി കൊണ്ടുപോയാൽ ഞങ്ങൾ ആശുപത്രിയിലെത്തും. എന്തുകൊണ്ടാണ് ഒരു പ്രകൃതി ചികിത്സകനെ ഈ അണുക്കൾ കയറി പിടിക്കാത്തത്? പ്രകൃതി ചികിത്സ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പനി മഹോത്സവം നടത്തിയവരാണ്. നവജീവന എന്നത് പനിയുള്ളവരെ മാലയിട്ടിരുത്തി പനി മഹോത്സവം ഉത്സവമായിട്ട് ആഘോഷിച്ചവരാണ് ഞങ്ങൾ. പനിയെ ഞങ്ങൾ അനുഗ്രഹമായിട്ട് കാണുകയും പനി വരാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രോഗികളാണ് ഞങ്ങൾക്കുള്ളത്. പനി വന്നു കഴിഞ്ഞാൽ ആസ്മ രോഗികളുടെ ആസ്മ ഭേദമാകും. ആയുർവേദ ആശുപത്രിയിൽ ഒരു മരണം എലിപ്പനി അവിടെ ഉണ്ടാകുന്നില്ല, ഹോമിയോയിൽ ഉണ്ടാകുന്നില്ല, പ്രകൃതി ചികിത്സയിൽ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് അലോപ്പതിയിൽ മാത്രം? ഇനി വേറൊന്നുണ്ട്. ആശുപത്രി കിടന്നാണ് ആൾ മരിക്കുന്നത്. ഇപ്പൊ പനി വന്നിട്ടും രോഗലക്ഷണം കണ്ടിട്ടും ആശുപത്രി പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന ആളുകൾ പനി കൊണ്ട് മരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റില് മരിച്ച 3 പേരുടെ, ഈ പ്രാവശ്യം മരിച്ച 3 പേരുടെ കേസ് സ്റ്റഡി എൻ്റെ കയ്യിലുണ്ട്. രവി അയ്യപ്പൻ, ആലുവ. ഏതൊരു അസുഖം വന്നാലും തൊട്ടടുത്തുള്ള ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് കഴിക്കുന്ന, സ്ഥിരം മരുന്ന് കഴിക്കുന്ന ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു. കൃഷിക്കാരനായിരുന്നില്ല. പനി വന്ന സമയത്ത് തന്നെ മരുന്ന് കഴിച്ചു തുടങ്ങിയ ഒരാളാണ്. പാരാസെറ്റമോളും ബ്രൂഫനും കഴിക്കാത്ത ഒരാളും എലിപ്പനി കൊണ്ട് മരിച്ചില്ല എന്ന് ബെറ്റ് വെച്ച് അല്ലെങ്കിൽ തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചവരെല്ലാവർക്കും ഒരു ഏകദേശം ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രത്യേക ലക്ഷണങ്ങൾ കാണിച്ചിട്ടാണ് മരിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അസുഖം വന്നിട്ടാണ് മരിക്കുന്നത് എന്നുള്ള ഒരു സത്യമാണ്. എന്തുകൊണ്ടാണ് അത് മരിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്ത് രോഗമാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇവരുടെ പൊതു സ്വഭാവം പാരാസെറ്റമോൾ തീറ്റയാണ്. അനങ്ങുന്ന രോഗത്തിന് പാരാസെറ്റമോളോ ബ്രൂഫിനോ വാങ്ങിച്ച് കഴിക്കുന്നവരാണ് ഈ മരിച്ചവർ ഞങ്ങൾ കണ്ടിട്ടുള്ള എല്ലാവരുടെയും പൊതു സ്വഭാവം. ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജ് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഒരു കേസ്. അങ്ങനെയാണെങ്കിൽ പാരാസെറ്റമോൾ ഒരുപാട് കഴിക്കുന്നതാണ് മലയാളികൾ. ഒരു ഏത് പനിക്കും മുമ്പ് ജേക്കബ് തന്നെ പറഞ്ഞു, ഒരുപാട് എന്ത് പനി വന്നാലും അപ്പൊ തന്നെ പാരാസെറ്റമോൾ കഴിക്കുന്നത്. അങ്ങനെ വ്യാപകമായിട്ടൊരു മരണം ഉണ്ടാവുന്നില്ലല്ലോ? ഉണ്ടാവുന്നുണ്ട്. പാരാസെറ്റമോളിനെ തുടർന്നുള്ള കരളിന്റെ തകരാറ്, കിഡ്നിയുടെ തകരാറ്, ഞങ്ങൾക്ക് മാസത്തിൽ 5 രോഗികളെങ്കിലും നവജീവന കേന്ദ്രത്തിൽ കിഡ്നി പോയിട്ട് ചികിത്സയ്ക്ക് വരാറുണ്ട്. അവരെ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അവർ പനി വരുമ്പോൾ പാരാസെറ്റമോൾ അല്ലെങ്കിൽ പീരീഡ്സിലെ വയറുവേദനയ്ക്കൊക്കെ ബ്രൂഫൻ സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണ്. നമ്മുടെ ഉമിനീരിൻ്റെ ശക്തി കൊണ്ട് ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു.
ആന്റിബോഡി പ്രധാനമായിട്ട് വിഷത്തിനെതിരായിട്ടാണ് ശരീരം ഉണ്ടാക്കുന്നത്. ഒരു അണുവിനെതിരെ ശരീരത്തിന് ആന്റിബോഡി ഉണ്ടാക്കാൻ സാധിച്ചാൽ ശരീരത്തിന്റെ വിജയമാണത്. അതോടുകൂടി അത് തീരേണ്ടതാണ്. ആന്റിബോഡി വന്നാൽ പിന്നെ എന്താ പ്രശ്നം ഉണ്ടാവണേ? ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ തോൽപ്പിച്ചിട്ട് അപ്പുറത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വലിയൊരു വിഷശക്തി ഈ ബാക്ടീരിയ ഈ പറയുന്ന അതിനേക്കാളും വിഷശക്തി ഉള്ളത് മെഡിക്കൽ ടെക്സ്റ്റുകൾ തന്നെ പറയുന്നു പാരാസിറ്റമോൾ കരളും കിഡ്നിയും തകർക്കും. അതിനെ നിഷേധിക്കാൻ സാധിക്കുമോ? അതെ, നമ്മള് ഞാൻ നാച്ചുറോപ്പതിക്ക് എതിരല്ല. ഞാൻ നാച്ചുറോപ്പതി അല്ല പറഞ്ഞത്, അലോപ്പതി പറയുന്നത് കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്നത് മരുന്നിന്റെ അളവ് ആവശ്യമുള്ള ഇത് ഞാൻ പറഞ്ഞ എല്ലാവർക്കും കെമിക്കൽസ് ആണ്. അതിന് ലിമിറ്റ് കൂടുതൽ വിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒപ്പീനിയൻ അഭിപ്രായത്തോട് കൂടെ വേണം ചികിത്സ നടത്താൻ. ഈ സെൽഫ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് പാരസെറ്റമോൾ അതേ പറഞ്ഞാൽ ടോക്സിക് ആണ്. ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ ലിവർ ടോക്സിക് വരും. നമ്മൾ ആ ഡോസ് അഡ്ജസ്റ്റ് ചെയ്താൽ കൊടുക്കുന്നത്. ഈ പനി ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഉള്ള സേഫസ്റ്റ് ഇപ്പോൾ ഉള്ളതിൽ പാരസെറ്റമോളിന് ഏറ്റവും സേഫസ്റ്റ് അല്ല കൊടുക്കുന്നത്. അപ്പോൾ ആ സേഫായിട്ടുള്ള മരുന്ന് നമ്മളെപ്പോഴും പനി കുറയ്ക്കണം. ഇപ്പം നാച്ചുറോപ്പതിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പനി വന്നേരം ഈ കളിമണ്ണൊക്കെ പോലിച്ച് വെയിലത്ത് കിടത്ത് അങ്ങനെ ഒരു ചികിത്സ രീതിയുണ്ട്. എനിക്ക് പറഞ്ഞു കേട്ട അറിവാണ്. ഞാനൊക്കെ ഒരു ഇതായിട്ട് കൂടുതൽ അടുത്ത് ബന്ധമില്ല, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ കളിമണ്ണ് പനി വരാൻ സമ്മതിക്കുകയാണ് അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ടെമ്പറേച്ചർ വളരെ കൂടിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ടെമ്പറേച്ചർ പനി വരുന്നത് ബോഡിയുടെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് വരുന്നത്. ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ അവിടെ ഇതിന്റെ നമ്മുടെ ഈ പ്രതിരോധ ശക്തി മുഴുവൻ ആക്ടിവേറ്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ടാണ് ടെമ്പറേച്ചർ കൂടുന്നത്, വെറുതെ കൂടുന്നതല്ല. അപ്പൊ ഈ പനി വന്നാൽ രോഗം മാറുന്ന അദ്ദേഹം പറഞ്ഞ അതിൽ വേറെ കുറെ ശരിയുണ്ട്. അതിൽ കുറച്ച് ഭാഗം ശരിയാണ്. കാരണം വെച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം ശരീരത്തിന്റെ വരുമ്പോഴാണ് ഈ പനി വരുന്നത് ടെമ്പറേച്ചർ. പക്ഷെ പനി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ വേറെ പല വൈറ്റൽ ഓർഗൻസിനും കേടുവരും. ഉദാഹരണത്തിന് ഹാർട്ട്, ഒരു ടെമ്പറേച്ചർ പ്രത്യേക ഇത് കൂടിക്കഴിഞ്ഞാൽ ഹാർട്ടിന്റെ പ്രവർത്തനം, ഹാർട്ട് പോയി പനി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഓരോ ഡിഗ്രി ഫാരൻഹീറ്റ് ടെമ്പറേച്ചറിനും ഹാർട്ട് റേറ്റ് 10 വെച്ച് കൂടുന്നതാണ്. അപ്പോൾ ഒരു 102, 103 ഒക്കെ ഹാർട്ട് റേറ്റ് വളരെ കൂടും. 120, 130 ഒക്കെ വരും. ഈ ഹാർട്ട് റേറ്റ് അത്രയും വളരെ കൂട്ടി നിർത്തുന്നത് ഹാർട്ടിന് വീക്കാണ്. ഹാർട്ട് കുറയ്ക്കുമ്പോൾ ഹാർട്ടിന്റെ മസിൽസ് വീക്കും. അതങ്ങനെ ചെയ്യാൻ പാടില്ല. പനി പെട്ടെന്ന് കുറയേണ്ടത് ഹാർട്ടിന്റെ ആവശ്യം. രണ്ടാമത്തെ ബ്രെയിൻ, തലച്ചോറിന്റെ പ്രവർത്തനം. പനി 100 ഡിഗ്രി 105 ഒക്കെ എത്തുമ്പോഴേക്കും ആൾ അൺകോൺഷ്യസ് ആവും. നാച്ചുറാണ്. അപ്പോൾ 105 ഡിഗ്രി പനി എത്തുമ്പോഴേക്കും ആള് നാച്ചുറലി ആൾക്കാർ അബോധാവസ്ഥയിലേക്ക് എത്താം. അപ്പോൾ ഈ പനി ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നത് നമുക്ക് അധിക സമയം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അത് ടെമ്പറേച്ചർ നോർമലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വൈറ്റൽ ഓർഗൻസിനെ കേടുവരാൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതൊരു അത്യാവശ്യമാണ്. അപ്പോൾ അതിന് നമുക്ക് നമ്മൾ ഈ പാരസെറ്റമോൾ ഉപയോഗിക്കും, അതുപോലെ കോൾ സ്പോഞ്ചിങ് അങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കും. ഇതെല്ലാം ചെയ്ത് പനി കുറയ്ക്കേണ്ടതൊരു ആവശ്യമാണ് നമ്മുടെ ഈ വൈറ്റൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. എന്ന് വെച്ചപ്പോൾ ഇതിൽ സെലക്ഷൻ ഓഫ് ഡ്രഗ്സ് അത് ഓരോരുത്തരുടെ രോഗത്തിൻ്റെയും അവയവങ്ങളിൽ ഇപ്പോൾ കിഡ്നി പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ലിവർ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതിനാൽ പറ്റിയ യോജിച്ച മരുന്നുകളെ കൊടുക്കുള്ളൂ. അത് യോജിച്ചതല്ല എന്നുള്ളതാണ് ഡോക്ടർ ഒന്ന് വായിച്ചു നോക്കണം. കിഡ്നി കരൾ തകരാറുള്ളവർക്ക് ടെട്രാസൈക്ലിൻ കൊടുക്കാൻ പാടില്ല എന്നുള്ള മെഡിക്കൽ ടെസ്റ്റിന്റെ വാണിംഗ് ആണ് പറയുന്നതൊക്കെ. ഇപ്പൊ ടെട്രാസൈക്ലിൻ അങ്ങനെ നമ്മൾ യാതൊരു വക മാനദണ്ഡം ഇല്ലാതെ ഈ മരുന്നുകൾ കൊടുക്കും. കരളും കിഡ്നിയും തകരുമ്പോഴാണ് നമ്മൾ എലിപ്പനി എന്ന് പറഞ്ഞിട്ട് ടെട്രാസൈക്ലിനും പെൻസിലിനും കൊടുക്കുന്നത്. കരളിനും കിഡ്നിയും തകരാറുള്ളവർക്ക് tetracycline should not be given to people with liver disease or kidney or urinary problems. ഇതിന്റെ വാണിംഗ് തുടങ്ങുന്നത് അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ട്രീറ്റ്മെന്റ് അത് കൊടുത്ത ആള് മരിക്കുന്നതിൽ അലർജിക് റിയാക്ഷൻ ഉണ്ടായിട്ട് ഇപ്പൊ ഞാൻ പോയി പഠിച്ചിട്ടുള്ളവരിലെ ആളുകൾ പറയുന്ന ബന്ധുക്കൾ പറയുന്നത് 500 രൂപ വിലയുള്ള 2 കുത്തിവയ്പ് കൊടുത്തതിന് ശേഷമാണ് പെട്ടെന്ന് അൺകോൺഷ്യസ് ആൾ അബോധാവസ്ഥയിലേക്ക് വന്ന് പിച്ചും പെയ്യൊക്കെ പറയാൻ തുടങ്ങി. വായയുടെ നൊര വന്നു, പത വന്നു, അവർ ഓക്സിജൻ കൊടുത്തു. ഇത്തരത്തിലുള്ള രോഗി മരിക്കുന്നത് തരത്തിൽ ഇങ്ങനെ തന്നെയാണോ അൺകോൺഷ്യസ് ആയിട്ട്? എലിപ്പനി വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ലിവർ ഫെയിലർ, ഹെപ്പാറ്റിക് ഫെയിലർ എന്ന് പറയും. ഹെപ്പാറ്റിക് ഫെയിലർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലർ, അതുപോലെ ഹാർട്ട് ഫെയിലർ. ഇത് ഏതെങ്കിലും 3 കൂടി മരണകാരണം. ചിലപ്പോൾ ഒരാളിൽ ഇത് 3 ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും 2 കോമ്പിനേഷൻ ഓഫ് ഇത് വരാം. ഹാർട്ട് ഫെയിലർ മാത്രം ഉണ്ടാവും ഒരാൾ ലിവർ ഫെയിലർ മാത്രമേ, വേറെ കിഡ്നി ഫെയിലർ ആയിരിക്കും. ചിലപ്പോൾ ഇതിന് കോമ്പിനേഷൻ വരാം. ഇത് ഈ കാരണങ്ങൾ കൊണ്ട് ആയിരിക്കും മിക്കവാറും ഡെത്ത് വരിക. പക്ഷേ ഈ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ രോഗികൾ മരിക്കുന്ന രോഗികൾ അധികം വന്നിരിക്കുന്ന നോക്കി കഴിഞ്ഞാൽ ഏകദേശം സെക്കൻഡ് സ്റ്റേജിൽ അതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡ് സ്റ്റേജിൽ ആയിക്കഴിഞ്ഞാൽ ഡെത്ത് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതൽ, 40%. അത് നമ്മുടെ മോഡേൺ മെഡിസിൻ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഡെത്ത് ആവാൻ സാധ്യത. പിന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നമുക്ക് എത്ര ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും അത് റിക്കവറി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തുന്നതായിട്ട് മുന്നേ ട്രീറ്റ് അത് ആദ്യത്തെ 4 ദിവസത്തിനകത്ത് നമ്മൾ ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ആരോഗ്യം മരിക്കുന്നില്ല. ഒരു വെല്ലുവിളിയുണ്ട് ഡോക്ടർക്ക്. ഇത് ലെപ്റ്റോസ്പൈറ എന്നുള്ള അണുവാണ്
എലിപ്പനി ഉണ്ടാക്കുന്നതെന്ന് റോബർട്ട് കോഷിന്റെ അലോപ്പതി സിദ്ധാന്തം തന്നെ അനുസരിച്ചുള്ള സിദ്ധാന്തം അനുസരിച്ച് ഒന്ന് തെളിയിക്കാവോ? ഞങ്ങളൊരു 10,000 രൂപ അവാർഡ് വെച്ചിട്ടുണ്ട്. അത് ഏറ്റെടുത്ത തൃശ്ശൂരിലെ ഒരു ഡോക്ടർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുങ്ങിക്കളഞ്ഞു. എന്തുകൊണ്ട് ആരോഗ്യ വകുപ്പിന് ഞങ്ങളൊന്ന് ബോധ്യപ്പെടുത്തിക്കൂടാ? ഞങ്ങൾക്ക് ഡോക്ടർ വ്യക്തിപരമായിട്ട് ഇതൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണ്. നമുക്കേതായാലും ഇത് നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഈ അസുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ തരത്തിൽ നടക്കുന്ന മരണങ്ങളെക്കുറിച്ച് വിവിധ ചികിത്സാ രീതികൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് വെച്ച് പുലർത്തുന്നത്. ഈ തരത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളും ചർച്ചകളും ഇനിയും നടക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്.